മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ പൗത്രനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ഭാഗം 74 പ്രവർത്തികൾ 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവദൂതൻ പത്രൂസിനെ തടവറയിൽ നിന്നും വിടുവിക്കുന്നതും ദൈവദൂതന്മാരെ പറ്റിയും നാം ധ്യാനിച്ചു. ഇന്ന് ഭാഗം 75 പ്രവർത്തികൾ 12-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ധ്യാനിച്ചു. 8 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നു. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പുവാതിക്കലെത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. ദൈവദൂതൻ പത്രോസിനെ തട്ടി ഉണർത്തി അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുവാൻ പറഞ്ഞു. തൻ്റെ പുതപ്പ് പുതച്ച് ദൂതനെ പിൻചെല്ലുവാനായി പറഞ്ഞു. ദൂതൻ കാവലുകൾ എല്ലാം മറികടത്തി ഇരുമ്പുവാതിൽ മുമ്പിൽ വന്നപ്പോൾ ഇരുമ്പുവാതിൽ തനിയെ അവർക്കായി തുറന്നു. ഇതൊന്നും കാവൽ കാപ്പാനായി ഏൽപ്പിച്ച കാവൽക്കാർ ആരും തന്നെ അറിഞ്ഞില്ല. ദൈവശക്തി അവരെ ഗാഢനിദ്രയിൽ വീഴ്ത്തി. ദൈവം സർവശക്തനാണ് എന്നും ദൈവത്താൽ മാത്രം ഉളവായ മനുഷ്യൻ ദൈവമുമ്പാകെ ഒന്നുമില്ല എന്നും മനസ്സിലാക്കി. ദൈവത്തിന് മാത്രമേ നമ്മെ ഏത് സാഹചര്യത്തിൽ നിന്നും വിടുവിക്കുവാൻ സാധിക്കൂ എന്നും പത്രോസിനെ വിടുവിച്ചതിലൂടെ നാം ഓർക്കണം. ദൈവം വഴി നടത്തുമ്പോൾ ഏറ്റവും വലിയ തടസ്സങ്ങളും നിസ്സാരമായി തീരും. ആയതിനാൽ ഒരു ദൈവ പൈതൽ യാതൊന്നുകൊണ്ടും വിചാരപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിൽ നിരന്തരമായി ആശ്രയം വെച്ചാൽ മാത്രം മതി. പ്രതികൂലങ്ങളെ അനുകൂലമാക്കുവാൻ സർവശക്തനായ ദൈവത്തിൽ നിന്നും മാത്രം സാധ്യമാണ്. തിരുവചനത്തിൽ നിന്നും നാം വായിക്കുന്നു, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നാം വായിക്കുന്നത് യെശയ്യാപ്രവചനത്തിന്റെ പുസ്തകം 45-ാം അധ്യായം 1-2 വാക്യങ്ങളിലാണ് വായിക്കുന്നത്. യഹോവ തൻ്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചുകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലങ്കി പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നാം വായിക്കുന്നു. ദൂതൻ പത്രോസിനെ പട്ടണത്തിൻ്റെ തെരുവിലെത്തിച്ചു. അവനെ വിട്ടുപോയി. ദൈവഹിതത്തെ തടയുവാൻ ഒരു ഭൗതിക ശക്തിക്കും സാധ്യമല്ല. സൃഷ്ടിതാവിനെ തടയുവാൻ സൃഷ്ടിക്കുക കഴിയും. നാം എപ്പോഴും സർവശക്തനായ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് നാം ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവ മഹിമയ്ക്ക് ഉതകും വണ്ണം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരാഗ്രഹ അനുഭവം പ്രവൃത്തികളിൽ നാം പലയിടത്തും കാണുന്നു. ഒന്നാമതായിട്ട് അപ്പോസ്തലന്മാരുടെ കാരാഗ്രഹ അവസ്ഥ. പ്രവൃത്തികൾ 5-18-19 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, അസൂയ നിറഞ്ഞെഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതുതടവിലാക്കി. രാത്രിയിലോ കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. പത്രോസിൻ്റെ ജീവിതത്തിൽ നാം വായിക്കുന്നത് പ്രവൃത്തികളുടെ 12-ാം അധ്യായം 10-ാം വാക്യം. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പുവാതിക്കലെത്തി. ഇതവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവരെ വിട്ടുപോയി. അതുപോലെ തന്നെ പൗലൂസിൻ്റെയും ശീലാസിനെയും പറ്റി നമ്മൾ പ്രവൃത്തികൾ 16-26 വായിക്കുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് തിരുവചനം പറയുന്നത് അതുകൊണ്ടാണ്. യേശു അവരെ നോക്കി പറഞ്ഞു, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു. മത്തായി സുവിശേഷം 19-26 നാം വായിക്കുന്നു. ഇനിയും വാക്യം 11-12 പ്രവൃത്തികൾ 12-11 പറയുന്നു, പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹേരോദാവിൻ്റെ കയ്യിൽ നിന്ന് യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ എന്നെ വിടുവിച്ചുവെന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. തെരുവിലെത്തിയ പത്രോസ് ഉറക്കം ഉണർന്നവനെ പോലെ സുബോധമുള്ളവനായി. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട താൻ ഇപ്പോൾ പൂർണ്ണ സ്വതന്ത്രനായിരിക്കും. ഇതുവരെ താൻ സ്വപ്നം എന്ന് കരുതിയ കാര്യങ്ങൾ യാഥാർത്ഥ്യമായിരുന്നു എന്ന് മനസ്സിലാക്കും.
ദൈവം തന്നെ ഹേരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും വിടുവിച്ചു എന്ന് വാസ്തവമായി അറിഞ്ഞു ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇത്ര അത്ഭുതകരമായ വിടുതൽ നൽകിയ ദൈവത്തെ എങ്ങനെ ഒരുവനെ മഹത്വപ്പെടുത്താതിരിക്കാൻ സാധിക്കും? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടിയാവൻ. ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നത് ആണ് ഒരു വിശ്വാസിയുടെ രക്ഷയ്ക്ക് കാരണമായി തീരുന്നത്. യാക്കോബ് പ്രകാരം പറയുന്നു, അതിൻ്റെ 1-ാം അധ്യായം 12-ാം വാക്കിൽ പറഞ്ഞിരിക്കുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. റോമാലേഖനിൽ പൗലോസ് പറയുകയാണ് 8:28, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു എന്ന് പറയും. അതിനാൽ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നതിനും അനുസരിക്കുന്നതിനും അനുദിനം ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുന്നതിനും ഉത്സുകരായിരിക്കണം. എന്തെന്നാൽ ഈ ജീവിതം ദൈവം തന്ന ദാനമാണ്. അത് ദൈവ മഹിമയ്ക്ക് മാത്രമുള്ളതായിരിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധനായ പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞത്. 2 കൊരിന്ത്യർ 5:9 പറഞ്ഞു, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. ആയതിനാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, 1 കൊരിന്ത്യർ 16:22 പറയുന്നു, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. എന്തുകൊണ്ട്? കാരണം ദൈവത്തെ സ്നേഹിക്കുക എന്നത് ഒരു മനുഷ്യന് പ്രാധാന്യമുള്ള കാര്യമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നതിൽ പരാജയപ്പെടുന്നതിനേക്കാൾ നീചവും നികൃഷ്ടവുമായ പാപമില്ല. ദൈവത്തെ സ്നേഹിക്കുന്നതിൽ പരാജയപ്പെടുന്നതിനേക്കാൾ കഠിനമായ ശിക്ഷ അർഹിക്കുന്ന ഒരു പാപവുമില്ല. അതുകൊണ്ട് തന്നെ എബ്രായലേഖൻ ഒരുവൻ വിശ്വാസത്തിൽ നിന്നും പിന്മാറിപ്പോകുന്നതിനെതിരെ വിശ്വാസികൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു. എബ്രായലേഖനം 3:12 പറയുന്നു, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ തേച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. ഇത് ദൈവം നമ്മളോട് പറഞ്ഞ വചനങ്ങളാണ്. ദൈവ വചനത്തിലൂടെ നമ്മൾ പ്രാപിച്ചത്. അനുസരണമുള്ളവരായിട്ട് ജീവിതം നയിക്കുക, ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തെ ഒരുക്കുക. നമ്മുടെ ഈ ജീവിതത്തിൽ നാം ദൈവത്തെ സ്തുതിക്കുവാനും വന്ദിക്കുവാനും മഹത്വീകരിപ്പാനും ഒരവസരം കിട്ടുന്നെങ്കിൽ അതിൽ കൂടി ഒരു സൗഭാഗ്യ അവസ്ഥ എന്താണ്? നൈമിഷികമായ ജീവിതമാണ് ഈ ലോകത്ത്. നശ്വരമായത് അത് നശിക്കും, അനശ്വരമായത് നിലനിൽക്കും. ആ അനശ്വരതയിലേക്ക് നമുക്ക് എത്തുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിച്ചു. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന് ഒക്കെയും നമ്മളെ വിടുവിച്ചത് കൂടാതെ നമുക്ക് തിരുവചനം ധ്യാനിപ്പാനും അതിന് പ്രകാരം ചിട്ടയോടെ നടപ്പാനും തക്കവണ്ണം കർത്താവ് കൃപയായി. ഇതിൽ കൂടുതൽ എന്താണ്? നാം കഴിക്കുന്നത് ഇപ്പോൾ കഴിക്കുന്നു, പിന്നെ മറന്നുപോകും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കടന്നു വന്നത് മറന്നുപോകും. നാം നേടിയതൊക്കെയും നശിച്ചു പോകും. ഈ ലോകത്തിൽ ഉള്ളതൊക്കെയും ദ്രവിച്ചും നശിച്ചും പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന വസ്തുക്കളാണ്. നമ്മുടെ ഈ ശരീരം വിട്ട് ഈ ആത്മാവ് വിട്ടുകഴിയുമ്പോൾ ഈ ശരീരവും നാം തേക്കും, അതും മുഴുവനുള്ളതാണ്. എങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ അനിവാര്യമാണ് എന്ന് ഓരോ വ്യക്തിയും ചിന്തിക്കണം. സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കേണ്ടത്, സ്വന്തം ജീവിതത്തിൽ വിശ്വാസം ഉൾക്കൊള്ളേണ്ടത്, കർത്താവിനെ അനുസരിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും സ്വയമായ ഉത്തരവാദിത്വം. നമുക്ക് വചനം പറഞ്ഞു തരുന്നവരുണ്ട്, വചനം നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേ അതിനെ ഉൾക്കൊള്ളുക, അനുസരിക്കുക, ദൈവഹിതമനുസരിച്ച് മുന്നോട്ട് പോവുക നമ്മൾ സ്വയമായിട്ട് തീരുമാനിക്കേണ്ടതാണ്. തിന്മപ്പെട്ട് എൻ്റെ ആത്മാവ് നശിക്കണം, അതോ ഞാൻ നിത്യരാജ്യത്തിന് അവകാശികളായി തീരണം എന്നുള്ള ചിന്ത അല്ലെങ്കിൽ ആ തീരുമാനം എടുക്കേണ്ടത് നാം തന്നെയാണ്. ആര് ക്രിസ്തുവിനെ അനുഗമിക്കുന്നു, വിശ്വസിക്കുന്നു, അവൻ നിത്യജീവൻ്റെ അവകാശിയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാവായിട്ടല്ല, ദൈവഹിതപ്രകാരം ജീവിച്ച് അനുസരണത്തോട് ജീവിക്കുന്ന ഓരോ വ്യക്തിയും, ദൈവഹിതത്തെ മാനിക്കുന്ന ഒരു വ്യക്തിയും എന്നും നിലനിൽക്കുന്ന നിത്യരാജ്യത്തിൽ കാണപ്പെടുവാൻ സാധിക്കും. ആയതിനാൽ സഹോദരങ്ങളെ, സഹോദരികളെ, നഷ്ടപ്പെടുന്ന ആത്മാവായി പോകരുത്. ഇന്ന് ആ സമയമാണ്. നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. നാം തിരുവചനം കേൾക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ തക്കവണ്ണം നമ്മളാൽ സാധിക്കണം. മറ്റുള്ളവരും ആ നാശത്തിൻ്റെ വക്കിൽ പോകരുതെന്നുള്ള പൂർണ്ണ ചിന്ത നമ്മുടെ ഉള്ളങ്ങളുണ്ടാകണം. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.